യേശു ഉയർപ്പിച്ച 3 ഉയർപ്പിലും ഒരു പ്രത്യേകതയുള്ളത്. ഒന്ന് ഏക സഹോദരൻ, 2 ഏക മകൾ, മറ്റൊന്ന് ഏക മകൻ. ഒന്ന്, ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് യേശു വിളിക്കുകയായിരുന്നു, ലാസറെ പുറത്തു വരിക. പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ പോയി ആ മകളെ, 12 വയസ്സുള്ള മകൾ മരണപ്പെട്ടും ആ കിടക്കുന്ന മൃദുശരീരം, തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് കർത്താവ് എന്തായിരുന്നു? കൈക്ക് പിടിക്കുകയായിരുന്നു. ഒരിടത്ത് വിളിച്ചു, ഒരിടത്ത് പിടിച്ചു. പക്ഷേ നയിനിലേക്ക് കർത്താവ് വരുമ്പോൾ ആ ശവമഞ്ചത്തിൽ കിടക്കുന്ന, ആ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന മൃദു ശരീരത്തെ കർത്താവ് തൊട്ടില്ല, ആ മഞ്ചത്തെ കർത്താവ് തൊട്ടു. എന്റെ കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത കണ്ടോ? ഒരേ പാറ്റേൺ അല്ല. ഒരിടത്ത് കർത്താവ് തൊടുന്നു, ഒരിടത്ത് കർത്താവ് പിടിക്കുന്നു, ഒരിടത്ത് കർത്താവ് വിളിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിന്റെ നടുവിലും ഒരേ പാറ്റേണിലല്ല കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നത്. ചിലരെ ഇന്ന് രാത്രി കർത്താവ് തൊടും, ചിലരെ ഇന്ന് കർത്താവ് ഒരു സ്നേഹിതനെ പോലെ വന്ന് പിടിക്കും. ഒരുപക്ഷെ ചിലരോട് ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമായിരിക്കും മുഴങ്ങി കേൾപ്പിക്കുന്നത്. തൊട്ടാലും വിടുതലാണ്, പിടിച്ചാലും വിടുതലാണ്, വിളിച്ചാലും വിടുതലാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, ഏത് നിലയിലാണെങ്കിലും കർത്താവ് ഇന്ന് രാത്രി അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ സ്പർശനം എനിക്ക് കേൾക്കണമേ എന്ന് കൊതിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു.